പണിക്കർ സാറേ, എന്റെ മുതൽ മുഴുവൻ പാട് വിറ്റിട്ടാണെങ്കിലും നിങ്ങളെ പൈസ ഞാൻ കൊണ്ടത് എന്നെ കൊണ്ട് അതാ ഇപ്പൊ കൂട്ടിയാ കൂടും. വേണ്ടി വരും ഉണ്ണിക്ക, അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. ഷാജി, മുംബൈ ഷക്കീൽ ഭായ് പസാങ്കിട്ട് உங்களுக்கு ஏதாவது கான்டாக்ட் இருக்கா? കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ അറിയാം ചിലര്. കുന്ദൻ, അവനെ എനിക്ക് தெரியுமா? കുന്ദൻ? ആമാടാ കുന്ദൻ, ലോക്കൻ വാല കുന്ദൻ. கஸ்டம்ஸ் ஆஃபீஸர் ரமேஷ் பொண்டாட்டி பின்னாடி குந்தனோட ஆளுங்க தான் இருந்தாங்க. ஷாஜி பாஸ்கர் சொன்னபடி உன்னை நான் முன்னாடியே சந்தேகப்பட்டேன். அதனால தான் கோல்டு கஃபின்ல வர விஷயம் உங்ககிட்ட சொல்லாம விட்டேன். நீ நல்லா நடிச்ச, அதை நானும் நல்லா ரசிச்சேன். இப்ப சொல்லு, கோல்டு கோழிக்கோடு இருந்து மாத்தியாச்சா இல்ல அங்க அது மறைச்சு வச்சியா? சொல். അയ്യോ, അനക്കാബറിക്കടത്ത് ഉറക്കല്ല മാറേ. ഗൗഡൗണെത്തി. ഉദ്ദേശിച്ച ടീം ഇവിടെ ഉണ്ട്. ഞങ്ങളുടെ വണ്ടി കണ്ടപ്പോഴേ ഇവിടെ ഉണ്ടായിരുന്ന പയ്യന്മാരിറങ്ങി ഓടി. ഇനി സാധനം കണ്ടോ? ഞാൻ അങ്ങോട്ട് വിളിക്കാം. ബിജു, ശവപ്പെട്ടി കിട്ടി. പൊളിക്ക്, ഫോൺ കട്ടാക്കണ്ട. അൽഹംദുലില്ലാ, സതി മുതല് കിട്ടി. அதை எடுத்து உடனே கிளம்ப சொல்லு. ബിജു, എണ്ണണം. 1 കിലോന്റെ 100 കട്ടുണ്ടോ? അതെടുത്ത് വേഗം വിട്ടോ. പിന്നുള്ള പരിപാടികൾ വിളിച്ചു പറഞ്ഞോ. ശരി. ഓ, പണിക്കർ സാറെ വിളിച്ച് വിവരം പറയാല്ലേ? கூப்பிட்டு சொல்லு, கோழிக்கோட்டு இருந்தது கிடைக்கல, நம்ம ஆளுங்க அங்க ரீச் ஆகிறதுக்கு முன்னாடி அங்க இருந்து வேற யாரை தூக்கிட்டாங்க. അത് 50 கிலோ தங்க சும்மா கிடைச்சா நீ வேணா நான் சொல்லுவ? அப்படின்னு சொன்னதை மட்டும் செய். ഹലോ, ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരിലെ സ്വർണം. അങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ടോ ഉണ്ണി? ആരണ്ടത്? സ്വർണം ഇവിടെ കൊണ്ടുവന്ന് ഒരുക്കി രൂപം മാറ്റിയാ പിന്നെ കാര്യങ്ങൾ ഓക്കെ അല്ലേ? അല്ല ഭായ്, കോഴിക്കോട് നൈറ്റ് എങ്ങനെ ഇവിടെ എത്തിക്കും? അയ്യാല്ലേ, അത് നമ്മൾ കോഴിക്കോട് ഒരു 10 മാരി കയറ്റിട്ട് കൊടുങ്ങല്ലൂർ ഇറക്കും. ഓ, മുസരീസ് പിന്നാലെയാണ് ചടങ്ങ്. മുഹമ്മദ് ഉണ്ണി നമുക്കൊന്ന് കാണണം. അതിനെന്താ, ഇങ്ങോട്ട് പാമോനെ. ദാ വന്നു. ഇങ്ങോട്ട്. ഇവിടെ ഇത് തുറക്കമായി തുറന്നാലേ അകത്ത് വരാൻ പറ്റൂ. കൂട്ടിയിട്ടിട്ട് അകത്ത് വരാൻ പറഞ്ഞ എങ്ങനെ വരും? തുറക്ക്. ഓ, അത് ശരി. എന്നാ ഞാൻ അകത്ത് വരട്ടെ. രാജപ്പൻ ആരാണെന്ന് എനിക്കറിയില്ല. രാജപ്പന്റെ ആളുകളെ മുഹമ്മദ് ഉണ്ണിയിൽ നിന്നൊരു കാര്യം അറിയാൻ വന്നതാണ്. അതറിഞ്ഞിട്ട് പോവും. അറിഞ്ഞിട്ടേ പോവൂ. അതിനിടയ്ക്ക് തല്ലും പിടിക്കും വന്നാൽ അതെങ്ങനായി തീരുമെന്ന് പറയാൻ പറ്റില്ല. ജയിച്ചാലും കളി നിർത്താത്ത അറാത്ത് ടീംസാണ് കൂടെ.
സുഖമില്ലാത്ത കുട്ടിയാണ് ഉണ്ണി, ഭ്രാന്തനാണ്. എന്താ സിനിമയാണ് അടിയണം. മുഹമ്മദ് ഉണ്ണി, പെരുമാളിന്റെ പ്ലാൻ അറിയാവുന്ന ഏക ആൾ താനാണ്. എന്റെ കൈകൊണ്ട് തന്നെ ചാകണമെന്ന പിടിവാശിയില്ലെങ്കിൽ എനിക്കറിയേണ്ടത് താൻ പറയണം. താൻ പറഞ്ഞു കഴിഞ്ഞാലും 2 ദിവസത്തെ അജ്ഞാതവാസം കൂടിയുണ്ട് എനിക്കൊപ്പം തനിക്ക്. എന്താ എന്താ അടി കഴിച്ചിലാക്കി തരണം. ആ കഴിച്ചിലാക്കാം. ബാ. ഏയ് എന്തേ ബാബു, സെയ് കേരള രാഷ്ട്രീയത്തിൽ സജീവ സാന്നിധ്യമായിരുന്ന നാരായണ മേനോൻ കുറഞ്ഞ കാലത്തേക്കെങ്കിലും കേരളത്തിന്റെ മുഖ്യമന്ത്രി കൂടിയായിരുന്നു. അതിനും അപ്പുറം തികഞ്ഞ മനുഷ്യസ്നേഹിയായ നാരായണ മേനോന്റെ വിയോഗം സാധാരണക്കാരായ പ്രവർത്തകർക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ്. ഇന്ന് 11:30 കോഴിക്കോട് ടൗൺ ഹാളിൽ നിന്നും അദ്ദേഹത്തിന്റെ ജന്മനാടായ തൃശ്ശൂരിലേക്ക് അദ്ദേഹത്തിന്റെ മൃതദേഹം കൊണ്ടുപോകും. വിലാപയാത്രയായിട്ടായിരിക്കും മൃതദേഹം കൊണ്ടുപോകുക. കേരളത്തിന്റെ നഗര വികസന മന്ത്രി ചന്ദ്രദാസ് മൃതദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. അതെ, പക്ക പോലീസ് വണ്ടി. 11:30 ബോഡി ഇവിടെ എടുക്കും. ആ വണ്ടികളുടെ കൂടെ നമ്മളും ഉണ്ടാകും. അപ്പോൾ പിന്നെ ചെക്കിങ് പേടിക്കണ്ടല്ലോ. ശരിക്കാ, ഞാൻ ഇടയ്ക്ക് വിളിക്കാം.